ഹായ് സുഹൃത്തുക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവികാസം നമ്മളുടെ രാജ്യത്തിന് തൊട്ടടുത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ്റെ വ്യോമാക്രമണം എന്നുള്ളൊരു റിപ്പോർട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് വ്യോമാക്രമണം നടത്തുന്നത്, എയർ അറ്റാക്ക്. അതൊരുപക്ഷെ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ ഡ്രോൺ ഉപയോഗിച്ചാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള വിവരണമൊന്നും നമുക്ക് ലഭിച്ചില്ല. പക്ഷേ കാബൂളിലെ ഇന്നലെ രാത്രിയിൽ ഏകദേശം 4 ലൊക്കേഷൻസിൽ പാകിസ്ഥാൻ്റെ എയർഫോഴ്സ് അവരുടെ വ്യോമാക്രമണം നടത്തി എന്നുള്ളൊരു സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ്റെ വേർഷൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ശക്തമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന താലിബാൻ, തെഹ്രിക്ക്-ഇ-താലിബാൻ TTP പാകിസ്ഥാൻ, തെഹ്രിക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ, ഇത് പാകിസ്ഥാൻ തന്നെ തീറ്റിപ്പോറ്റി വളർത്തിയാണ് ഒരു സമയത്ത്. അതായത് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ടു പോകുന്നതിന് മുമ്പ് പാകിസ്ഥാനും താലിബാനും തമ്മിൽ വളരെ ഹാൻഡ് ഇൻ ഗ്ലൗ ആയിരുന്നല്ലോ, വളരെ അടുത്ത എന്താണ് പറയുന്നത് ബന്ധമായിരുന്നു പാകിസ്ഥാനും താലിബാനും തമ്മിൽ. എന്നുവെച്ചാൽ പാകിസ്ഥാനാണ് താലിബാനെ ഏറെക്കുറെയൊക്കെ ഉണ്ടാക്കി തീറ്റിപ്പോറ്റിയതെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ ഭരണം ലഭിച്ചതോടുകൂടി പാകിസ്ഥാനും താലിബാൻ നിയന്ത്രിക്കുന്ന അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ വഷളാകാൻ തുടങ്ങി. ഇന്ത്യ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്കറിയാം, നമ്മുടെ ഡിപ്ലോമസിയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഇപ്പം അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് നമുക്കത് അവിടെ ആര് ഭരിച്ചാലും ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഏത് ഭരണം അവിടെ നിലവിൽ വന്നാലും ഇന്ത്യ ആ ഭരണകൂടങ്ങളുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധം പുലർത്തി അഫ്ഗാനിസ്ഥാനായിട്ട് എപ്പോഴും ഒരു എന്താണ് പറയുന്നത് റിലേഷൻസ് നോർമലൈസ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാകുന്നത്. താലിബാൻ അധികാരത്തിൽ വന്നത് നമുക്ക് കാണാൻ പറ്റുന്ന വൈരുദ്ധ്യം, കോൺട്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ താലിബാൻ റിലേഷൻസ് വളരെയധികം ഈ നോർമലൈസ് ചെയ്യുകയും, ഇന്ത്യയിൽ പക്ഷേ താലിബാനെ ഇതുവരെ അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിവില്ല. വളരെ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ, റഷ്യ അംഗീകരിച്ചിട്ടുണ്ട്. താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ആദ്യമായി താലിബാനെ റെക്കഗ്നൈസ് ചെയ്തത് റഷ്യയാണ്. അതുപക്ഷെ ചൈനയും റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം ചൈനയ്ക്കും താലിബാൻ കൺട്രോളിൽ അഫ്ഗാനിസ്ഥാനിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം ചൈനയ്ക്ക് അഫ്ഗാനിസ്ഥാൻ തീർച്ചയായിട്ടും ഉപേക്ഷിച്ചിട്ട്, ഈവൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അവർക്ക് ഉപേക്ഷിച്ച് യാതൊരു അവരുടെ ജിയോ പൊളിറ്റിക്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇന്ത്യയുടെ താലിബാനായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ എന്താണ് പറയുന്നത് സ്ട്രോങ് ആയിട്ട് വരികയാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള റിലേഷൻസ് താലിബാൻ അവിടെ ഭരണത്തിൽ വന്ന സമയം മുതൽ വളരെ മോശമാകാനും അല്ലെങ്കിൽ വളരെ എന്താണ് പറയുക കോംപ്ലക്സ് ആകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം 2-3 പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ടായിരുന്നു. സംഭവങ്ങൾ പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്കലി. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് മോസ്കോ ഫോർമാറ്റ് എന്ന് പറയുന്നൊരു മോസ്കോയിൽ വെച്ച് നടന്നൊരു 10 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൽ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഇറാനും റഷ്യയും, പിന്നെ റഷ്യക്ക് നെയ്ബറിംഗ് ആയിട്ടുള്ള ചില ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ എന്ന് പറഞ്ഞ ഓരോ രാജ്യങ്ങളെല്ലാം ഉൾപ്പെടെ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ 10 രാജ്യങ്ങളുടെ ഒരു ഫോർമേഷൻ. അപ്പോൾ അവരതിൽ തീർച്ചയായിട്ടും എടുത്തൊരു തീരുമാനം, കാരണം അമേരിക്ക ഈ അടുത്ത സമയത്ത് ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ട്രംപ് കഴിഞ്ഞ മാസം ഈ ബ്രിട്ടൻ സന്ദർശിച്ചപ്പോൾ ഒരു പ്രസ് കോൺഫറൻസിൽ ട്രംപ് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം എയർബേസ് അമേരിക്കയ്ക്ക് തിരിച്ചു വേണം എന്നുള്ളതാണ്. കാരണം അത് തന്ത്രപരമായിട്ട് അമേരിക്കയെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു എയർബേസാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ആ എയർബേസ് താലിബാൻ തിരികെ നൽകണം എന്ന് ട്രംപ് ആവശ്യപ്പെടുകയും, തിരികെ നൽകിയില്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്നുള്ളൊരു താക്കീത് പിന്നീട് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ ബാഗ്രാം എയർബേസ് തരത്തില്ല എന്ന് താലിബാൻ പറയുകയും, അതുപോലെ തന്നെ അന്ന് അതിനെ ഓപ്പണായിട്ട് എതിർത്ത് സംസാരിച്ച ഒരു രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയായിരുന്നു തീർച്ചയായിട്ടും. കാരണം ട്രംപ് പറഞ്ഞത് ചൈനയുടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ് അല്ലെങ്കിൽ അസറ്റ്സിനെ ഒക്കെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അത് വലിയ തലവേദന ഉണ്ടാക്കുന്നൊരു പ്രശ്നമാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ബാഗ്രാം എയർബേസ് അമേരിക്കയ്ക്ക് തിരികെ വേണം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ട്രംപ് അന്ന് ഇംഗ്ലണ്ട് സന്ദർശിച്ച വേളയിൽ അദ്ദേഹം പറയുകയുണ്ടായി.
സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, താലിബാനോട് അദ്ദേഹം ഒരു റിക്വസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, തീർച്ചയായിട്ടും ഒരു ത്രട്ടണിങ് എന്താണ് വോയിസിൽ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് അത് ആവശ്യപ്പെട്ടതെന്ന്. പിന്നീട് അദ്ദേഹം പറയുകയും ചെയ്തു, തന്നില്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് താലിബാൻ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്നൊക്കെ ട്രംപ് പറയുകയും ചെയ്തു. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, അമേരിക്കയ്ക്ക് അങ്ങനൊരു അവരുടെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ. ഒരിക്കലും അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും, കാരണം ചൈനയുടെ വൻതോതിലുള്ള സ്വാധീനം അവിടെ ഉണ്ട്. അവരുടെ ഇൻഫ്ലുവൻസ് ഈ പറഞ്ഞ പാകിസ്ഥാൻ്റെ മുകളിലും ബംഗ്ലാദേശിൻ്റെ മുകളിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ തന്നെ വളരെയധികം വ്യാപിക്കുകയും അല്ലെങ്കിൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഈ ഒരു തട്ടകം നഷ്ടമാകുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ പാശ്ചാത്യ ആ ഒരു സംവിധാനം, ഇപ്പം നമ്മൾ ആംഗ്ലോ അമേരിക്കൻ എന്നൊക്കെ പറയുന്ന അവരുടെ പണ്ട് ബ്രിട്ടൻ മുതലുള്ള, കാരണം ബ്രിട്ടനും റഷ്യയും തമ്മിലുള്ള വലിയൊരു ബാറ്റിൽ ടർഫായിരുന്നു ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കഴിഞ്ഞൊരു 100 അല്ലെങ്കിൽ 150 വർഷത്തെ ജിയോ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യയും ബ്രിട്ടനും തമ്മിൽ, അന്ന് ബ്രിട്ടീഷ് എംപയർ ഒരു ഭാഗത്ത് റഷ്യ, അപ്പോൾ ഇവർ തമ്മിലുള്ള, അപ്പോൾ അതിൻ്റെ ബ്രിട്ടന് ശേഷം അമേരിക്കയുടെ ഒരു അമേരിക്കയായിട്ട് പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ, വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം അമേരിക്ക റഷ്യ ഒരു ടർഫ് വാർ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊരു പുതിയ പ്ലെയറായിട്ട് ചൈന കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലുവൻസ് അമേരിക്കയ്ക്കും ബ്രിട്ടനും, അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കും പാശ്ചാത്യ ആംഗ്ലോ അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പാശ്ചാത്യ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത് ഒരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെവലപ്മെൻ്റ് അല്ല എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം താലിബാൻ ഇന്ത്യ അല്ലെങ്കിൽ താലിബാൻ കൺട്രോളിൽ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. പാകിസ്ഥാനിലുള്ള ബന്ധം വളരെ മോശമായി വരികയാണ്. പാകിസ്ഥാനിൽ വളരെയധികം ബലൂചികൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തിന് പുറമെ ഈ TTP എന്ന് പറയുന്ന തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പ്, അത് വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താണ് പറയുന്നത്, ടെററാണ് ശരിക്കും പറഞ്ഞ ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പാകിസ്ഥാന് ഭയങ്കരമായിട്ടുള്ള തലവേദന ഉണ്ടാക്കുവാൻ കഴിയുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു ടെറർ ഗ്രൂപ്പാണ് ഈ പറഞ്ഞ താലിബാൻ്റെ TTP എന്ന് പറയുന്നത്. പാകിസ്ഥാനിലവർക്ക് ഭയങ്കരമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് താനും, കാരണം ഏത് തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാധ്യത അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അവർക്കുണ്ട്, അതവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇന്നലെ നടത്തി, അപ്പോൾ ഞാൻ പറയാം 3 ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ഈ മോസ്കോ ഫോർമാറ്റിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളാണ് പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ ഇനി ഒരു വിദേശ ശക്തികളുടെയും സാന്നിധ്യം അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിജ്ഞയ്ക്കെടുത്ത് പോവുകയും, ഞാൻ ആ വീഡിയോയ്ക്ക് അതിൽ പറയുകയും ചെയ്തു, പാകിസ്ഥാനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ബാക്കിയുള്ള രാജ്യങ്ങൾ പറയുന്നത് ഓക്കെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, പക്ഷേ പാകിസ്ഥാൻ്റെ ഡിപ്ലോമസി അല്ലെങ്കിൽ അവരുടെ പോളിസി ഏത് സമയത്തും ചേഞ്ച് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ ഒഴിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളുടെ പൊസിഷൻ സ്റ്റാൻഡ് നമുക്ക് വിശ്വസിക്കാൻ വേണമെങ്കിൽ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്കകത്തിൽ. കഴിഞ്ഞ 2-3 ദിവസത്തിന് മുമ്പ് ചെയ്ത വീഡിയോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ബാഗ്രാം എയർബേസ് വേണം എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഈ പറഞ്ഞ മീറ്റിംഗ് ഉണ്ടായത്. മോസ്കോ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ മോസ്കോയിൽ വെച്ചായിരുന്നു ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള 10 രാജ്യങ്ങൾ, ഇന്ത്യനകത്തിൽ ഉണ്ട്, പാകിസ്ഥാനുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്, ഇറാനുണ്ട്, ഇത്രയും പ്രധാനപ്പെട്ട രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവരെല്ലാം ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്, കാരണം ഇനി അഫ്ഗാനിസ്ഥാനിലെ വിദേശ ശക്തികളുടെ സാന്നിധ്യം ഒരു രീതിയിൽ അനുവദിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അമേരിക്കക്കെതിരെയുള്ളൊരു എന്താ പറയുക, ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ളൊരു ഈ രാജ്യങ്ങളിലൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ അതിനകത്തിൽ പാകിസ്ഥാനുണ്ട്, പക്ഷേ പാകിസ്ഥാൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ എയർ അറ്റാക്ക് നടത്തി അല്ലെങ്കിൽ എയർ റെയ്ഡ് നടത്തി എന്നുള്ള വാർത്തയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ രണ്ടാമത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ ഇന്നലെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഈ വേളയിലാണ് പാകിസ്ഥാൻ അവിടെ എയർ അറ്റാക്ക് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അമീർ ഖാൻ മുത്താഖി എന്നാണ്, പാകിസ്ഥാൻ്റെ താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്റർ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധങ്ങൾ കൂടുതൽ എന്താണ് പറയുന്നത്, ഇമ്പ്രൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ശക്തമാവുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് ഈ പറഞ്ഞു പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത്, അതായത് ഇന്ത്യയും താലിബാൻ കൺട്രോൾ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇമ്പ്രൂവ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പാകിസ്ഥാനും അതുപോലെ തന്നെ ചൈനയ്ക്കുമാണ്. കാരണം ചൈനയുടെയും പാകിസ്ഥാൻ്റെയും വർദ്ധിച്ചു വരുന്ന അവരുടെ ഈ സ്വാധീനം തീർച്ചയായിട്ടും അതിനൊരു കൗണ്ടർ ബാലൻസ് ആയിട്ട് ഇന്ത്യയും അഫ്ഗാനിസ്ഥാൻ താലിബാനോട് ചേർന്നുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ഈ 2 രാജ്യങ്ങൾ കൂടെ കോർഡിനേറ്റ് ചെയ്തിട്ട് അതിനൊരു
എന്താണ് പറയുന്നത്, ഒരു ജിയോ പൊളിറ്റിക്കൽ കൗണ്ടർ ബാലൻസിങ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക ചൈനയ്ക്കും പാകിസ്ഥാനുണ്ട് തീർച്ചയായിട്ടും. കാരണം ചൈനയ്ക്ക് താലിബാനായിട്ട് നല്ല ബന്ധമാണുള്ളത്. ചൈനയ്ക്ക് വൻ സ്വാധീനമുണ്ട് താലിബാൻ കൺട്രോൾ അഫ്ഗാനിസ്ഥാനിൽ. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യക്ക് അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാധീനവും അല്ലെങ്കിൽ ഇന്ത്യക്ക് താലിബാനുള്ള റിലേഷൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നത് ചൈനയെ സംബന്ധിച്ചും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നൊരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ താലിബാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ സന്ദർശിക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചാണ്. കാരണം താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻസ് വളരെ മോശമാണ്. പിന്നെ അപ്പോൾ ഒന്നാമത്തെ മോസ്കോ ഫോർമാറ്റ്, രണ്ട് താലിബാൻ്റെ ഈ പറഞ്ഞ എന്താണ് പറയുന്നത് ഫോറിൻ മിനിസ്റ്ററുടെ വിസിറ്റ്, പിന്നെ ഒരു ഡെവലപ്മെൻറ്റിലുണ്ടായിരുന്നു, അതെന്താണ് ഓക്കെ. അപ്പം പാകിസ്ഥാൻ പറയുന്നത് ഈ TTP പാകിസ്ഥാനിൽ വൻതോതിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഇനഫ് ഈസ് ഇനഫ് എന്നാണ് പറഞ്ഞത്. ഇനിയും അത് സഹിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ടുള്ള, അത് 1-2 ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇനിയും ഇത് വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള റെസ്പോൺസ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് അവർ നേരത്തെ തന്നെ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഈ കാബൂളിൽ ഒരു എയർ റെയ്ഡ് നടത്തുമെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ ഇനിയും നമുക്ക് ഇതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നമുക്ക് അറിയാൻ പറ്റത്തില്ല, നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റത്തില്ല. എനിക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പല യൂട്യൂബേഴ്സ് പറയുന്ന പോലെ തന്നെ ഇതായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ താലിബാൻ എന്ന് പറയുന്ന ഭരണകൂടത്തിന് കാര്യമായിട്ടുള്ള, ഇപ്പോൾ പാകിസ്ഥാനെ പോലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ഭരണകൂടവും അല്ലെങ്കിൽ ഒരു ഡിഫൻസ് സെക്യൂരിറ്റി ഫോഴ്സ് ഒന്നും അവർക്കില്ല. അപ്പോൾ അവർക്ക് എയർഫോഴ്സൊക്കെ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. താലിബാന് അഫ്ഗാനിസ്ഥാനിൽ എയർഫോഴ്സ് ഉണ്ടോ തന്നെ, എഫക്റ്റീവായിട്ടുള്ള എയർഫോഴ്സ് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ് താലിബാന്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ ക്രോസ് ബോർഡറായിട്ടുള്ള, എന്നുവെച്ചാൽ അതിർത്തിയിൽ ആർമി ടു ആർമി അല്ലെങ്കിൽ താലിബാൻ്റെ ഗ്രൗണ്ട് ഫോഴ്സിന് വേണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ബോർഡർ കോൺഫ്ലിക്റ്റിലേക്ക് പാകിസ്ഥാനായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുള്ള സൂയിസൈഡ് ബോംബിങ്സ് നടത്താനുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന സൂയിസൈഡ് ബോംബിങ്സ് പാകിസ്ഥാന് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. അങ്ങനെ തീർച്ചയായിട്ടും കിട്ടുന്ന പ്രതികരണം വളരെ ശക്തമായിരിക്കും. കാരണം ഇവരെവിടെയൊക്കെ ആയിരിക്കും പൊട്ടിക്കാൻ പോകുന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഇസ്ലാമാബാദിലും കറാച്ചിയിലും ഒക്കെ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ബോംബ് എക്സ്പ്ലോഷൻ ഇനിയും വരുന്ന ദിവസങ്ങൾ ഒരു പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം വകയുണ്ട്. നമുക്ക് കൃത്യമല്ല നമുക്ക്, കാരണം അല്ല തിരിച്ച് താലിബാന് പാകിസ്ഥാൻ്റെ മുകളിലൊരു എയർ അറ്റാക്കോ അല്ലെങ്കിൽ എയർ റെയ്ഡ് നടത്താനുള്ള റിസോഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംവിധാനം അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒരു പക്ഷേ ക്രോസ് ബോർഡറിൽ ഇവർ തമ്മിൽ വളരെ എന്താണ് പറയുന്നത് സ്മോൾ ഇൻറ്റൻസിറ്റിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ അങ്ങോട്ട് ആക്രമിക്കുകയും തിരിച്ച് താലിബാൻ സേനകൾ തിരിച്ച് പാകിസ്ഥാനെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലൊരു എയർ റെയ്ഡ് നടത്താനുള്ള സംവിധാനം താലിബാൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. പിന്നെ താലിബാന് ചെയ്യാൻ പറ്റുന്നത്, കാരണം ഈ TTP പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഭയങ്കര ശക്തമായിട്ടുള്ള ഓട്ടം അവർക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇസ്ലാമാബാദ്, കറാച്ചിയിലൊക്കെ തന്നെ അല്ലെങ്കിൽ റാവൽപിണ്ടി എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ തന്നെ അവർക്ക് വേണമെങ്കിൽ ശക്തമായിട്ടുള്ള സൂയിസൈഡ് ബോംബിങ്സ്, ബോംബ് ബ്ലാസ്റ്റൊക്കെ അവർക്ക് നടത്തുവാൻ സാധിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എവിടെയാണ് പണി കിട്ടാൻ പോകുന്നുള്ള കാര്യം നമുക്ക് അത് സംഭവിച്ചതിന് ശേഷം മാത്രമേ നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഈ റീജിയൻ ഒരു വോളറ്റൈലാകാൻ പോവുകയാണോ? കാരണം അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞല്ലോ, കാരണം ഒരുപക്ഷെ ഇതിൻ്റെ സൂത്രധാരൻ അമേരിക്കയായിരിക്കാം. കാരണം ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഡിപ്ലോമാറ്റിക്കായിട്ടും അല്ലെങ്കിൽ ലീഡേഴ്സ് തമ്മിലുള്ള എക്സ്ചേഞ്ചുകൾ നമുക്ക് ക്രമത്തിലധികം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പാകിസ്ഥാൻ്റെ ലീഡേഴ്സ് ഓരോരുത്തരായിട്ടും കളക്റ്റീവായിട്ടൊക്കെ അമേരിക്ക വിസിറ്റ് ചെയ്യും. കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ 3 പ്രാവശ്യത്തിലധികമായിട്ട് പാകിസ്ഥാൻ്റെ ആർമി ചീഫും പ്രധാനമന്ത്രിയും ഒക്കെ തന്നെ അമേരിക്ക വിസിറ്റ് ചെയ്യുകയും ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും തീർച്ചയായിട്ടും അവർ ഈ വെറും വ്യക്തിപരമായിട്ടുള്ള ബിസിനസ്സുകൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കത്തില്ല, ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ
ആയിരിക്കാം അവരുടെ അജണ്ടയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കൊരു പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ പക്ഷേ അമേരിക്കയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നതായിരിക്കാം എന്ന് നമുക്ക് അതൊരു ഇമാജിനേഷൻ അല്ലാതെ തീർച്ചയായിട്ടും നമുക്കങ്ങനെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ തിരിച്ച് അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് വരിക എന്നുള്ള ഒരു എൻട്രി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് ഒരു മൂവ്മെൻ്റ് ആയിരിക്കാം. അല്ലാതെ തീർച്ചയായിട്ടും ഈ പാകിസ്ഥാൻ പറയുന്നത് പോലെ അപ്പോൾ പാകിസ്ഥാൻ ഇന്നലെയും പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസവും അവരുടെ ഖൈബർ പഖ്തൂൺഖ്വയിൽ ഏതാണ്ട് 10-11 അവരുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ മിലിറ്ററി പേഴ്സണൽ ബോംബ് ആക്രമണത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ഈ പറഞ്ഞ TTPയുടെയൊക്കെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അന്നേരം അവർ പറഞ്ഞത് ഇന്ത്യയാണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിറകിൽ നിന്നും ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ അന്നേരം പറയുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് 2 ദിവസത്തിന് മുമ്പാണ് ഈ ഒരു മാസീവായിട്ടുള്ള എന്താണ് അറ്റാക്ക് അവിടെ ഉണ്ടാകുകയും പാകിസ്ഥാൻ്റെ സെക്യൂരിറ്റി പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവരുടെ മിലിറ്ററി പീപ്പിൾ പോലീസ് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും 10-15 പേര് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഈ പറഞ്ഞൊരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്ററൊക്കെ തന്നെ ഇന്ത്യയെ ശക്തമായിട്ട് വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ അവർ ആരോപിക്കുകയൊക്കെ ഉണ്ടായത്. അപ്പോൾ അന്നേരം പറഞ്ഞു ഇനഫ് ഈസ് ഇനഫ്, ഇത്രയും നാളും സഹിച്ചു, ഇനിയിപ്പം ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കത്തില്ല, ഇനി ശക്തമായിട്ടുള്ള പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിൽ ഇന്ത്യയായിട്ടുള്ള യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ത്യയായിട്ടുള്ള യുദ്ധം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ആർമി ചീഫിൻ്റെയൊക്കെ ഭാഗത്തു നിന്നൊക്കെയുള്ള അതുപോലുള്ള സമാനമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഏരിയയിൽ ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഈ റീജിയനിൽ തീർച്ചയായിട്ടും ഒരു ഷോർട്ട് മീഡിയം ടൈമിൽ ഒരു എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു യുദ്ധത്തിൻ്റെ സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അല്ലെങ്കിൽ തന്നെയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു എസ്കലേഷൻ, അപ്പോൾ അതുവഴി താലിബാനെ അവിടുന്ന് ഒരു പക്ഷേ ചവിട്ടിപ്പുറത്താക്കുക എന്നുള്ളതായിരിക്കും ഇപ്പോൾ പാകിസ്ഥാൻ്റെ അമേരിക്കയുടെയും ഇപ്പോഴത്തെ ലക്ഷ്യം. കാരണം എന്നാൽ തിരിച്ച് അമേരിക്കയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ വരികയും ഈ പറഞ്ഞ ക്രിട്ടിക്കലായിട്ടുള്ള അവരുടെ ബേസുകളൊക്കെ എന്താ പറയുന്നത് കൈക്കലാക്കുകയും എന്നിട്ട് ചൈന, ഇന്ത്യ അല്ലെങ്കിൽ ഈവൻ റഷ്യ, ഇറാൻ ഇതുപോലുള്ള അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഇറാനാണ്. ശരിക്കും പറഞ്ഞാൽ പ്രൈമറി മോട്ടീവ് അവരുടെ ഇറാനെതിരെ എന്താണ് പറയുന്നത് ഇറാനെതിരെ ഈ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് പറയുന്നത് പ്രിപ്പയർ ആകുക അല്ലെങ്കിൽ ഇറാനെ ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിരിക്കാം തിരിച്ച് വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് അവർക്ക് വരണം എന്നുള്ളൊരു ഇപ്പോൾ അവരുടെ എന്താണ് പറയുന്നത് ജിയോ പൊളിറ്റിക്കലായിട്ടുള്ളൊരു അംബീഷൻ ആണ് പറഞ്ഞത്. പിന്നെ ചൈനയുടെ മുകളിലും റഷ്യയുടെ മുകളിലും ഈവൻ ഇന്ത്യയുടെ മുകളിലും ഒക്കെ പൂർണ്ണമായിട്ടുള്ള സർവലൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരാഗ്രഹം അമേരിക്കയുണ്ട്. പക്ഷേ അമേരിക്ക എന്തുകൊണ്ട് ഈ പറഞ്ഞ താലിബാന് ഭരണം കൊടുത്തിട്ട് അവിടുന്ന് മാറി എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോഴും കൃത്യമായിട്ടുള്ളൊരു എന്താണ് പറയുന്നത് ഒരു അറിവില്ല നമുക്ക്. കാരണം അവർ വിട്ടുകൊണ്ടിട്ട് ഇപ്പോൾ അവർ ഈ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം എന്താണ് തീർച്ചയായിട്ടും തിരിച്ചു വരാൻ വേണ്ടി. കാരണം താലിബാന് ഭരണം ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താലിബാനെ അവരുടെ പരിധിയിൽ നിർത്തി അവരുടെ പിന്നീടുള്ള ഈ ജിയോ പൊളിറ്റിക്കൽ കളികൾ അവർക്ക് ഒരുപക്ഷെ പാകിസ്ഥാനും താലിബാനും വളരെ അടുത്ത സൗഹൃദമായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അമേരിക്കയ്ക്ക് അവരുടെ തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നായിരിക്കും ഒരു പക്ഷേ താലിബാന് ഭരണം കൊടുത്തിട്ട് അമേരിക്ക അവിടുന്ന് വിഡ്രോ ചെയ്തത്. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ബന്ധം വഷളാകുകയും അമേരിക്ക ഒരുപക്ഷെ വിചാരിച്ച പോലെ തീർച്ചയായിട്ടും അവരുടെ കാര്യങ്ങൾ ഒരുപക്ഷെ നടന്നു കാണത്തില്ലായിരിക്കും. ഇപ്പോൾ അവർക്ക് താലിബാൻ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ താലിബാനെ അവിടുന്ന് ഭരണത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു എന്താണ് പറയുന്നത് ലക്ഷ്യം ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനുവേണ്ടിയാണ് പാകിസ്ഥാനെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഇന്ത്യയായിട്ടുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനെ കൂടുതൽ അവരെ ഇല്ലേ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മോശമായിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ട്രംപിൻ്റെ 2ാം വരവോടുകൂടി വളരെ മെച്ചപ്പെട്ടൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ ആ ഒരു ഇക്വേഷനകത്തുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ താലിബാനെ അവിടുന്ന് കിക്ക് ഔട്ട് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം. എന്നിട്ട് അഫ്ഗാനിസ്ഥാനിൽ കൂടുതൽ അവർക്കൊരു ഫുട് ഹോൾഡ് ഉണ്ടാക്കിയിട്ട് ഇറാനെ നെക്സ്റ്റ് ഇപ്പം ആദ്യം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു 12-13 14 ദിവസത്തെ യുദ്ധത്തിൽ
കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇറാനിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. അതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇരു വിഭാഗങ്ങളെയും സംബന്ധിച്ചെന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനിയും ഇറാനെതിരെ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു വാർ പ്രിപ്പയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ അങ്ങനെയുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് അഫ്ഗാനിസ്ഥാനിൽ ഒരു ഫുട് ഹോൾഡ് വേണം എന്നുള്ളൊരു ആഗ്രഹവും അത് താലിബാൻ താല്പര്യപ്പെടാത്തത് കൊണ്ട്, താലിബാനിൽ നിന്ന് അത് ലഭിക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും താലിബാനെ അവിടെ നിന്ന് കിക്ക് ഔട്ട് ചെയ്യുക, അതുവഴി അമേരിക്കയ്ക്ക് വീണ്ടും അമേരിക്കൻ അനുകൂല ഒരു പപ്പറ്റ് ഗവൺമെൻറ്റിനെ അവിടെ കൊണ്ടുവന്നിട്ട് തീർച്ചയായിട്ടും ഇറാനെതിരെ കോപ്പ് കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തിൻ്റെ ഒരു മുന്നോടിയായിട്ടായിരിക്കും നമ്മളിപ്പോൾ കാണുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ ഡ്രാമാസ് അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ പ്ലേസ് എന്നുള്ളത്. ഏതായാലും തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ താലിബാൻ റിലേഷൻസ് കൂടുതൽ വഷളാകും. താലിബാൻ ഇത് എസ്കലേറ്റ് ചെയ്യും. ഏതെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ കൂടുതൽ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇനിയും ഉണ്ടാകുന്ന എന്താണ് പറയുന്നത് ഇൻസിഡൻസ് നമുക്ക് വരുന്ന വഴിക്ക് കാണാം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, അനലൈസ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.